ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഐറിൻസ് വ്ലോഗ്. ഇന്ന് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സമയം 11:30 കഴിഞ്ഞു. സാധാരണ എത്ര വൈകി ഉറങ്ങിയെന്ന് പറഞ്ഞാലും എനിക്കൊരു 10 o'clock കഴിഞ്ഞൊന്നും ഉറങ്ങാൻ പറ്റാറില്ല. എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് കേട്ട് എഴുന്നേക്കും. പക്ഷേ ഇന്ന് എന്തോ 11:30 ആയി. ജിൻഡോ വന്ന് എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഇപ്പോൾ സ്കൂൾ റീ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഐറൂസ് സ്കൂളിലേക്ക് നേരത്തെ പോവും. അത് ഡാഡിയും മോളും കൂടെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ കൈകാര്യം ചെയ്തോളും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഞാൻ ജോലി ചെയ്യാനിരിക്കുന്ന സ്ഥലം, വർക്ക് സ്റ്റേഷൻ. വർക്ക് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും കയറി കിടന്നുറങ്ങുക എന്നുള്ളതുകൊണ്ട് തന്നെ അതൊന്നും നീറ്റാക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഇനി വേണം അത് രാവിലെ എഴുന്നേറ്റിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ 5:30 ആകുമ്പോൾ കയറുമ്പോൾ എനിക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അപ്പോൾ നേരെ ബ്രഷ് ചെയ്യാൻ കയറി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബെഡൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ, ലഞ്ച്, ഡിന്നറ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ. അപ്പോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇരിക്കുന്ന ഇടം അതേപോലെ കിടക്കുന്ന ഇടം ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. റൂമിലെ പരിപാടിയൊക്കെ കഴിഞ്ഞത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര ഡൾ അറ്റ്മോസ്ഫിയറാണ്, ലൈറ്റൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പരിമിതമായ നോളേജ് വെച്ചിട്ട് എനിക്ക് ഇത്രേ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഫോണിൻ്റെ ഒരു നിലവാരവും ഒക്കെ കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇത്രയും ഒരു ക്ലാരിറ്റിയിലാണ് എനിക്കിത് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇതേ ബാൽക്കണിയിലെ വ്യൂ കാണിച്ചു തരാം. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞു. എന്നിട്ടും ഭയങ്കര കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. സാധാരണ സമ്മറിനൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ബാൽക്കണിയിലോട്ടൊന്നും നോക്കാനേ പറ്റില്ല. ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള എനർജിയും കൂടെ പോവും. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ എഴുന്നേറ്റ് വന്ന ഉടനെ അടുക്കളയിലേക്ക് കയറുക, ബിസി ആവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര മെൻ്റലി പ്രഷർ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് വെള്ളം, ഒരു ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിങ്ങനെ കുടിച്ച് ഇതിലേക്ക് നടക്കും. അപ്പോൾ വെള്ളം കുടിച്ചെന്നും ആയി നമുക്ക് ആ ഒരു മാനസിക വിഷമത്തിൽ നിന്നൊരു റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. ഇറങ്ങി വന്നപ്പോൾ തന്നെ ഹാളിൽ പുതിയൊരാളിരിക്കുന്നത് ഞാൻ കണ്ടു. നമ്മൾ ഐറൂസിന് സ്റ്റഡി ടേബിൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. വന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ജിൻഡു ഓർഡർ ചെയ്യാൻ പോയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോയി അവളുടെ ഇഷ്ടത്തിനാണ് മേടിച്ചത്. പക്ഷേ വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പോൾ അത് സംഭവം ഇവിടെ ഇരിപ്പുണ്ട്. ഐറൂസ് കണ്ടിട്ടാണോ പോയത് എന്നും എനിക്കറിയില്ല. ഇവിടെ അവക്കടെ ഒരു ടോയ് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ടോയ് കണ്ടോ? എന്ത് ഭംഗിയുള്ളൊരു ടോയ് ആയിരുന്നെന്നറിയോ? അത് അവളുടെ ഒരു ഫേവറേറ്റ് കസിനുണ്ട്, അത് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ സന്തത സഹചാരിയാണ് ആ സംഭവം. അതിനവൾ കുളിപ്പിക്കും, വേണ്ടി വന്ന കണ്ണെഴുതിക്കും, എല്ലാം ചെയ്യും. ഇപ്പോൾ അതിനൊരു കർച്ചീഫ് ഉടുപ്പിച്ചേക്കുന്നത് കണ്ടില്ലേ? അത് എൻ്റെ ഒരു കർച്ചീഫാണ്. അത് ഉടുപ്പ് ആണെന്നും പറഞ്ഞ് ഇപ്പോൾ ഈ ഞായറാഴ്ച അതിനൊരു കുളിപ്പിച്ചായിരുന്നു. അപ്പോൾ ഉടുപ്പ് മാറ്റി കൊടുത്തതാണ് കാണുന്നത്. അവളുടെ ഓരോ എൻ്റർടൈൻമെൻറ്റ് അതങ്ങനെ നടക്കട്ടെ. അതിലൊക്കെ അവൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണല്ലോ. അപ്പോൾ ഇതാണ് സ്റ്റഡി ടേബിളിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ. ആ ബൊമ്മയൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും കൂടെ ഒന്ന് മേടിച്ചു കൊടുക്കണം കൊച്ചിന് വെക്കാനായിട്ടല്ലേ. അവിടെ ഒരു പിഗ്ഗി ബാങ്ക് ഇരിക്കണുണ്ടോ? വെറുതെ ഇരിക്കുന്നതല്ല, നിറച്ച് പൈസയാണ് അതിൽ. ഒരു ചില്ലറ പൈസ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല. അപ്പം കൊണ്ടുപോയി എടുത്ത് അതിനകത്ത് ഇടും. എന്തോ മേടിക്കാനാണെന്നാണ് പറയണത്. എന്തോ ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞത് 70 പെന്ന് മേടിക്കാനാണെന്ന്. ആയിക്കോട്ടെ. വെള്ളം കുടിച്ച് ഏകദേശം വയറ് അറിഞ്ഞു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെറിയൊരു ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടാൽ തോന്നുന്നു നമ്മൾ നട്ട് വളർത്തി ഭയങ്കര പരിപാലിച്ച് കൊണ്ടുവച്ചേക്കുന്നത്. അങ്ങനെയല്ല. ജിൻഡുവിൻ്റെ അമ്മയ്ക്ക് ഇതിന് ഭയങ്കര ക്രേസാണ്. വീട്ടിൽ നിറച്ച് ചെടികളുണ്ട്. അവിടെ നിന്ന് നല്ലത് നോക്കി ജിൻഡോ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. മാക്സിമം പറ്റുന്ന രീതിയിലെല്ലാം പരിപാലിക്കുന്നുണ്ട്. എന്നാലും അമ്മ നോക്കുന്ന ഒരു ഭംഗി അതിന് കിട്ടില്ല. ഇലയൊക്കെ വാടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി വെള്ളം അതിന് ആ ചെടികൾക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഇതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചാലും ഇത് ചീത്തയായി പോകുമെന്നാണ് എൻ്റെ ഒരു നോളേജ്. എനിക്കറിയില്ല. പിന്നെ റെയിനി സീസണും കൂടിയാണല്ലോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എന്താ പറയുക, വീഴാറായ ഇലകളൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം അതിന് തോന്നുമ്പോൾ വീഴും. പിന്നെ അത് മാറ്റാനുള്ള സമയം എനിക്ക് കിട്ടില്ല. അപ്പോൾ കിട്ടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം അതൊക്കെ പറക്കി കളയും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണ്ടേ? അതിന് സമയം 12 മണിയായി. ലഞ്ച് കഴിക്കാറുമായി. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പിടിച്ച് നിൽക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥ. അപ്പോൾ ഒരു റോബസ്റ്റ് പഴം എടുത്ത് ഒരു സിനിമ, അതായത് യൂട്യൂബ് ഓണാക്കുമ്പോൾ ഏതാണോ കാണുന്നത് അത് വെക്കും. ഇരുന്ന് ആ റോബസ്റ്റ് പഴം ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്.
സിനിമയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റി സിനിമയുമായി പോയി. ദൈവമേ, കാലത്തന്നെ മൂഡ് പോയല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കഴിക്കുന്നത് ഇഷ്ടമുള്ള സിനിമയൊക്കെ കണ്ട് അങ്ങനെയാണെന്ന്. ഒരിക്കലുമല്ല. ഐറൂസ് ഇല്ലാത്ത സമയങ്ങളിൽ മാത്രമേ ടി വിയുടെ റിമോട്ട് നമുക്ക് കിട്ടുള്ളൂ. അവൾക്ക് സ്പെസിഫിക്കായിട്ട് കുറച്ച് ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമാണ് അവൾ കാണുന്നത്. അത് കാണുന്നത് മാത്രമല്ല, നമ്മൾ ഇരുത്തി കാണിക്കുകയും ചെയ്യും. എന്തൊരു ബോറടിയാണെന്ന് അറിയോ. പിന്നെ മദർഹുഡിൻ്റെ ഒരു ഫേസ് ആയതുകൊണ്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. വലുതാവുമ്പോൾ ശരിയാവും എന്ന് ഞാൻ വിചാരിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇത്രയും നാളായിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അവളുടെ മാറ്റം വന്നിട്ടില്ല. അപ്പം ഇനി നേരെ അടുക്കളയിലേക്ക്. ഇപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അതേപോലെ തന്നെ കഴുകാനുള്ള തുണിയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ബക്കറ്റിലൊക്കെ ഇട്ട് വെക്കും. അതൊന്ന് മെഷീനത്തിലിടണം. പിന്നെ ലഞ്ചിനുള്ള പരിപാടി നോക്കണം. ഇത്രേ ഉള്ളൂ. ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയാണ്. വീക്കെൻഡിൽ ശരിയാക്കിക്കോളാം. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഹസ്ബൻഡ് ജോലിക്കായിട്ട് കയറും. പിന്നെ ഒരു ലഞ്ചിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേ പുറത്തേക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഐറൂസും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ടി വി ഇങ്ങനെ ഓണാക്കിയിട്ടേക്കും. ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ചിക്കനും ആക്കാം ലഞ്ചിന് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ ചിക്കൻ കറി തന്നെ ഡിന്നറിനും യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ചിക്കൻ എടുത്ത് പുറത്ത് ഒരു 1-1.5 മണിക്കൂർ ഇരുന്നാലാണ് ഐസൊക്കെ പോയി കിട്ടി നമുക്കൊരു 2-2.5 മണിയെങ്കിലും ആകുമ്പോഴത്തേക്കും ലഞ്ച് കഴിക്കാൻ പറ്റുള്ളൂ. ഐറസിന് എന്തെങ്കിലും സ്നാക്സും കൂടി ഉണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിക്കണോ. അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു വർക്കുള്ള ദിവസത്തെ എൻ്റെ ഒരു റുട്ടീൻ ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.